നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ കാണണേ. ആരാന്ന് പറഞ്ഞില്ല. ഞാൻ ഇവിടുത്തെ പത്മജയുടെ ഫ്രണ്ടാ. നാട്ടിൽ വന്നപ്പോ ഒന്ന് കാണണോന്ന് കരുതി. ആ വിളിക്കാം, വരൂ. മോളെ പത്മജേ. പിന്നെ ഒരു കാര്യം, കല്യാണ സാരി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുത്തോളാം. അതെന്റെ പ്രസന്റ് ആയിക്കോട്ടെ. ആക്സിഡന്റ് ആന്റി. സംസാരിച്ച് നിന്നാലേ സമയം പോണതറിയില്ല. ആരത്? വണ്ടി എടുത്തോ, വിട്ടോടാ. അയാളെവിടെ പോയോ? ആരാച്ചാ വന്നത്? ഇവളെ കാണാന്ന് പറഞ്ഞു വന്നതാ. എന്നെ കാണാനോ? പിന്നെന്തിനാ അവൻ ഓടിയത്? ഇനി വല്ല കള്ളനുമായിരിക്കോ? ഒരു കള്ള ലക്ഷണം അവനുണ്ടായിരുന്നു. ആ ആരെങ്കിലും ആവട്ടെ. മോളെ, നമുക്ക് ട്രെയിനിന് സമയമായി, ഇറങ്ങാം. ആ കൊച്ചുകുറുപ്പിനെ കണ്ടില്ലല്ലോ. വരും മുതലാളി, വരും. സാർ കാശ്. ഓ, ടെൻഷൻ കൊണ്ട് മറന്നാ. എന്നാ മോർഫിംഗ്. അതെ, മോർഫിംഗ്. കേട്ടോ സാർ, സൂക്ഷിച്ചു പോ. അവന്റെ മുഖം മൂടി വലിച്ച് കീറു മുതലാളി. നിൽക്കണ അവിടെ. എന്നോടാണോ? എന്താ പ്രശ്നം? നിന്റെ ഈ മുഖം കൂടി കടിച്ചു കീറുക. അയ്യോ, ആളത്തിന്നെ പിടിച്ചേക്കണേ. നോക്കി നിൽക്കാൻ അവരെ പിടിയണ പട്ടികളെ. ചവന്തീനി അയാളെന്നെ കടിച്ചീറാൻ വന്നു. കളിച്ച് കളിച്ച് ഇയാൾ മേലുപദ്രവം തുടങ്ങിയോ? ആ നീ വണ്ടി കയറ്, ഇറങ്ങി കാര്യം മുടക്കണ്ട. എങ്ങട്? കല്യാണ ഡ്രസ് എടുക്കാൻ. മുതലാളി അവര് രണ്ടുപേരെ ശ്രദ്ധിച്ചായിരുന്നോ? അത് രണ്ടും കൂടെ ഒന്നല്ല, രണ്ടാ. അപ്പോഴത് മോർഫിംഗ് അല്ല, തെറ്റുപറ്റിയത് നമുക്കാ. മുതലാളി, ഞാൻ നാന വായിച്ചെല്ലാം പഠിച്ചു. ഇതൊരു പുതിയ ടെക്നിക്കാണ്, ഒരാളെ രണ്ടാളാക്കി മാറ്റുന്ന വിദ്യ. ഇതിന് ക്ലോണിംഗ് എന്ന് പറയും. എന്താ ക്ലോണിംഗ്? ഇതിന് ക്ലോസിംഗ് എന്ന് പറയും. നിന്റെ ചാപ്റ്റർ ക്ലോസ്. ഇത് കൊള്ളാം. ഇതൊരു ജോഡി എനിക്കെടുത്താലോ? കല്യാണത്തിന്റെ അന്ന് ചെത്താം. ചെത്താൻ പറ്റിയ പ്രായം പാടത്ത് കോലം വെച്ച പോലെ ഉണ്ടാവും. എന്റെ മനുഷ്യ, ഇത് പിള്ളേർക്കുള്ള ഡ്രസ്സാ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? നോക്കിയേ. എനിക്ക് കല്യാണത്തിന് ഇഷ്ടമല്ല, പിന്നെയല്ലേ ഡ്രസ്. എന്തെങ്കിലും ഒരു വഴി ആലോചിക്കണം. എന്താടാ? അച്ഛനല്ല, നീ ഒന്നും എടുക്കുന്നില്ലേ? അത് ഞാൻ. എന്താടാ? അല്ല, അപ്പുറത്ത് നല്ല സെലക്ഷൻ ഉണ്ട്, ചെന്ന് നോക്കടാ. ആ പിന്നെ രുക്മിണി, നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചു. അല്പം സാഹസമാണ്, റിസ്ക് ഉണ്ട്, എന്നാലും പറയാം. പറയടാ. കല്യാണത്തിന്റെ രാവിലെ ഇവിടുന്നുള്ള ഫസ്റ്റ് ട്രെയിനിൽ നീ ഒളിച്ചോടുന്നു. ബാംഗ്ലൂരിലുള്ള എന്റെ വീട്ടിൽ നീ എത്തുന്നു. അവിടെ ചെന്ന് നീ നിന്റെ പത്മജിയെ കണ്ടെത്തുന്നു. എന്താ ആലോചിക്കണേ? നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം ഓർത്തിട്ടാണോ? അവരെങ്ങനെയെങ്കിലും പിന്നീട് പറഞ്ഞ് ആശ്വസിപ്പിക്കാം. പക്ഷേ പുതിയൊരു ജീവിതവും സ്വപ്നം കണ്ട് മണ്ഡപത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി വരുന്ന ആ പെണ്ണിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലടാ ഈ ഒളിച്ചോട്ടം. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇഷ്ട. പെണ്ണ് മണ്ഡപത്തിലെത്തും, നിന്നെ കാണാതെ അവിടെ ഒരു സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യും. അപ്പോഴാണ് എന്റെ എൻട്രി. നിനക്ക് വേണ്ടി ഞാനൊരു ത്യാഗം ചെയ്യും. ഞാൻ അവളെ കിട്ടും. നിന്നെക്കാളും ഒട്ടും മോശമല്ലാത്ത എന്നെ സ്വീകരിക്കാൻ അവളുടെ ബന്ധുക്കൾ തയ്യാറാകും. അപ്പൊ നിന്റെ പപ്പി? പപ്പി കുപ്പിയാ. ഇന്നലെ കണ്ട പപ്പിയേക്കാൾ എനിക്ക് വലുത് നീയാടാ. എല്ലാം നിനക്ക് വേണ്ടിയാ.
നിന്നോടുള്ള ആത്മാർത്ഥ കാരണ, സ്നേഹം കാരണ. ഇതിനൊക്കെ പകരം ഞാൻ എന്താടാ ചെയ്യാ? നിന്നെ പോലെ ഒരു കൂട്ടുകാരനെ കിട്ടിയതാ എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അത് നിനക്ക് എപ്പോഴെങ്കിലും ബോധ്യാവും. ഏ? അല്ല, അത് നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോന്ന്. ഇതെങ്ങനെയുണ്ട്? എന്ത് തമാശ നടന്ന ഇത്ര സന്തോഷിക്കാൻ? ഞാൻ ഇവനൊരു ടേണിംഗ് പോയിന്റ് പറഞ്ഞു കൊടുത്തു. ഇവൻ ചിരിച്ചിരിച്ച് ടേണിംഗ് പോയിന്റ് ഒക്കെ അവിടെ നിൽക്കട്ടെ. ഹലോ ഹലോ ഹലോ, ഞാനാ. ഇത്രയും കാലം ഫോൺ കിട്ടാനിട്ടായിരുന്നു. കിട്ടിയപ്പോ ഒന്നും മിണ്ടുന്നില്ല. എന്തേ ഇത്? ദാ, ഹലോ, എന്താ എന്നെ പിന്നെ വിളിക്കാഞ്ഞത്? വിളിക്കണുണ്ടായിരുന്നു. കിട്ടണ മുഴുവൻ റോങ് നമ്പറാ. ഞാനിപ്പോ നാട്ടിൽ ഈ ഫോൺ ഒന്ന് കിട്ടാൻ വേണ്ടി ദിവസം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാനും. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയത്. ഞാൻ വലിയ ടെൻഷനിലായിരുന്നു. അതിനേക്കാൾ വലിയ ടെൻഷനില്ല ഞാൻ. എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. എന്നെ കൊണ്ടുപോവോ? ഞാൻ വിളിച്ച വരുമോ? എവിടെ വേണേലും വരാം. എന്നാ ഞാൻ ബാംഗ്ലൂർക്ക് വരട്ടെ? അത് വേണ്ട, ഞാൻ ഇന്ന് നാട്ടിൽ പോവാ. എന്നാ ഞാൻ വീട്ടിലേക്ക് വരാം. വീട് എവിടാന്ന് പറഞ്ഞാ മതി. വേണ്ട, എന്റെ അമ്മമാര് ഭയങ്കര പ്രശ്നക്കാരാ. അനിയൻകുട്ടി പറ, ഞാൻ എവിടെയാ വരണ്ടേ? എന്റെ വീട്ടിൽ നിന്ന് കുറെ ദൂരമുണ്ട് ഒരുവാതിൽ കോട്ടയ്ക്ക്. സാരല്ല, ഞാൻ എങ്ങനെയെങ്കിലും എത്താം. എപ്പോഴാ വരണ്ടേ? 27-ാം തീയതി രാവിലെ 8 മണിക്ക് വന്നാ മതി. 27-ാം തീയതിയോ? എന്താ ഒന്നും പറയാത്തത്? ഞാൻ കാത്തു നിൽക്കും. അനിയൻകുട്ടി, വീട്ടുകാർക്ക് മുഴുവൻ അപമാനം വരുത്തി വെച്ചിട്ടാ ഞാൻ ഓടിപ്പോരുന്നത്. വരാതിരിക്കോ? വന്നില്ലെങ്കില് ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് കരുതിയാ മതി. എങ്കിൽ അടുത്ത ട്രെയിനിന് ഞാൻ തലവെക്കും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ എത്തിയിരിക്കും, തീർച്ച. ഞാൻ ബുക്ക് സ്റ്റാളിന്റെ മുന്നിൽ കാത്തു നിൽക്കും. എന്നാ ഞാൻ വെച്ചേക്കട്ടെ? കൽക്കട്ട കൽക്കട്ട. ഇത്രയും നാള് വിളിച്ചിട്ട് കിട്ടാത്തതിലുള്ള നഷ്ടമൊക്കെ നികത്തി തന്നെ നന്ദി. ഇതാ ബില്ല്, 740 രൂപ. ഇന്നാ 800 രൂപയുണ്ട്. ആ. ബാക്കി താമസം. എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. ഞാൻ തെറ്റിദ്ധരിച്ച് ഇടക്കിടക്ക് വരണേ. എന്നാ ഞാൻ പോട്ടെ. വേഗം കൊടുക്ക്. അതെ, നമുക്ക് ഈ ബസ് വേണ്ട. അതിന് പകരം 10 അംബാസഡർ കാർ ആയിക്കോട്ടെ. പിന്നെ ചെക്കനും പെണ്ണിനും ഇരിക്കാൻ ഒരു CN. ഈ കാറുകൾ ഇങ്ങനെ നിരനിരയായി നമ്മുടെ പച്ചപ്പട്ട് വിരിച്ച ഗ്രാമത്തിലൂടെ പോകുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കിയേ. സങ്കല്പിച്ചു. സംഗതി നല്ല സുഖമുണ്ട്. എടാ ചെറുക്കാ, നീ എന്നെ കുളിപ്പിച്ച് കരുതുന്ന ലക്ഷണമാണല്ലോ. അച്ഛാ, ഈ കല്യാണം ജീവിതത്തിൽ ഒരിക്കലേ ഉള്ളൂ. അവിടെ പണം ഒരു പ്രശ്നമാക്കരുത്. മൊത്തം ബില്ലിംഗ് തന്നെ I will pay. എനിക്ക് ഒറ്റ ദുഃഖേ ഉള്ളൂ, ഈ കല്യാണം കാണാൻ എന്റെ ഡാഡി മമ്മി ഇവിടെ ഇല്ലല്ലോ. പാവങ്ങൾ. ഉടനെ ഒരു കമ്പി അടിച്ചാ വരുമോ? ബുദ്ധിമുട്ടാ. ആ, കുഴപ്പമില്ല, അവരെ നമുക്ക് വീഡിയോ കാണിക്കാം. ആ, പിന്നെ സദ്യക്ക് ബോളി ഉണ്ട്. എത്തിയല്ലോ കാലാൽപ്പട. നമസ്കാരം. ആ ഉണ്ണിത്താന്റെ ആക്രമണം ഏത് നിമിഷത്തിലും ഉണ്ടാകാം. അതിലൊരു മുൻകരുതല. ഇവരെ ഷൊർണൂര് രാഷ്ട്രീയ ഗുണ്ടകളാ. ചോരകണ്ട അറപ്പ് മാറിയവർ. വിശ്വസിച്ചേൽപ്പിക്കാം. നീ ഇതെവിടെയായിരുന്നു? ഇതൊരു കല്യാണ വീടാ. മണവാളിനെ പലരും തിരക്കും. എനിക്ക് പകരല്ല ചെവിന് ഇവിടെ നിർത്തിയത്. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ നിനക്ക് പകരം ഇവനെ കൊണ്ട് കെട്ടിച്ചേക്കാം. അല്ല, നീ സത്യം പറഞ്ഞോടാ? ഇങ്ങൊന്നേ. എന്താടാ? ഒന്നും അറിഞ്ഞിട്ടില്ല. നീയായിട്ട് അറിയിക്കാതിരുന്നാ മതി. പിന്നെ എന്തിനാ എപ്പോഴെപ്പോഴും കൊള്ളിച്ചു പറയുന്നത്? എടാ, അത് നമ്മുടെ മനസ്സിൽ കള്ളത്തരമുള്ളോണ്ട് തോന്നണല്ലേ. ആട്ടെ, നീ ഇതുവരെ എവിടെയായിരുന്നു? എടാ, ഒരു ട്വിസ്റ്റ് ഉണ്ടേ. എന്താ, ടിക്കറ്റ് കിട്ടിയില്ലേ? ഒന്നല്ല 2 എണ്ണം. ഓക്കെ, എന്തിനിപ്പോ 2 എണ്ണം? ഞാൻ ഒറ്റക്കല്ലല്ലോ പോന്നത്. അവളും ഇല്ലേ? ഏതാ അവള്? മേരി മൊഹബത്ത്, ബാംഗ്ലൂർ ലड़की. അതേടാ, എനിക്ക് അവളെ ഫോണിൽ കിട്ടി. അവളുടെ കല്യാണമൊന്നും, പക്ഷെ എന്റെ കൂടെ ഇറങ്ങി വരാന്ന് പറഞ്ഞു. എന്നിട്ടൊരു ചോദ്യം, ഞാൻ വരാതിരിക്കുമെന്ന്. ഞാൻ എത്തിയില്ലെങ്കിൽ ചത്തൂന്ന് കരുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറയാ, എന്നാ അടുത്ത ട്രെയിൻ അവൾ തലവെക്കുമെന്ന്. എന്തൊരു സ്നേഹമല്ലട അവൾ.
ആ അടയാളം കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആ ബുക്ക് സ്റ്റാളിന് മുമ്പിൽ നിൽക്കാന്നാ പറഞ്ഞത്. എന്തു പറ്റിടാ? ഒന്നുമില്ല. ഈ വിഷയത്തിലൊന്നും നീ ഇടപെടണ്ട. ഫുൾ സ്വിംഗിൽ അച്ഛന്റെ കൂടെ നിന്നോണം. എല്ലായിടത്തും നിന്റെ വക്രബുദ്ധി പ്രവർത്തിക്കണം. മോനെ, നിങ്ങൾ അവിടെ എന്തെടുക്ക? ആ ഉണ്ണിത്താൻ ഇങ്ങോട്ട് പുറപ്പെടാൻ അവിടെ പടയൊരുക്കം നടത്തുന്നു. ഇവിടെ നടക്കുന്നതൊക്കെ അയാൾ അറിഞ്ഞു. ഇതേ മുഹൂർത്തത്തിൽ നിന്നെ കൊണ്ടുപോയി ബലമായിട്ട് കെട്ടിക്കാനുള്ള പരിപാടിയാ. എങ്ങനെയെങ്കിലും അത് തടയണം. എന്തായാലും ഈ മുറ്റത്തൊരു ചോരപ്പുഴ ഒഴുക്കണ്ട. അതിനു മുമ്പ് ശത്രുപാളയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പടത്തട്ടെ. എടോ, ആ ഉണ്ണിത്താനടക്കം എല്ലാവരും ഇന്ന് തന്നെ ആസ്പത്രിയിൽ എത്തിയിരിക്കണം. ചുരുങ്ങി ഇത് 1 മാസം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാവൂ. വെട്ടും കൊലയും ബുദ്ധിയല്ല. ഈ കാരണം കൊണ്ട് നാളെ നിങ്ങൾ എല്ലാവരും ജയിലിൽ കിടന്ന് അഴിയണേണ്ടി വരും. ഇത് എനിക്ക് വിട്ടാ, ഞാൻ സോൾവ് ചെയ്തോളാം. ഒറ്റയ്ക്ക് എന്നും ഞാൻ ഒറ്റയ്ക്കല്ലുള്ളൂ, അത് മതി. മോനെ, നല്ല സൈസൊത്ത 10-20 അവിടെ കാണും. അവര് നിന്നെ നിരത്തും. കപ്പല് മറിക്കാൻ കൊഞ്ചുപൊടി മതിയെന്നല്ലേ കണക്ക്. അവരെ നേരിടാൻ എനിക്ക് ബുദ്ധിമതി, ശക്തി വേണ്ട. ബുദ്ധി നിങ്ങൾക്ക് കുറവാണെന്നറിയാം. എന്നാര് പറഞ്ഞു? അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത്. എല്ലാം വിശദമായിട്ട് പറഞ്ഞു മനസ്സിലാക്കണ. നമ്മളിപ്പോ പോണത് കുറുപ്പിന്റെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് നമ്മൾ അടി തുടങ്ങുമ്പം എതിർ ടീമിലെ 3-4 എണ്ണം വെറുതെ വായും പൊളിച്ചു നിൽക്കണം. നമ്മളെ മുതലാളിയുടെ മേക്കിട്ട് കയറാൻ ചെല്ലും. മുതലാളിയുടെ എല്ല് പറപടാന്ന് ഓടിയനെ കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് മുതലാളിയുടെ സംരക്ഷണ ചുമതല നിനക്കായിരിക്കും. എന്റെ ബോഡിയുടെ ചുമതല നിനക്ക്. ചെക്കനെ പൊക്കേണ്ട ചുമതല നിനക്ക്. എനിക്കാരാ ചെക്കൻ അറിയില്ല. കണ്ടാ കൊള്ളാൻ തരത്തിലെ പിടിടാ. എനിക്ക് അവരെ തന്നെ വേണം. കൂട്ടത്തിൽ നല്ല പെങ്കൊച്ചുങ്ങളുണ്ടെങ്കിൽ വിടണ്ട. ഞാൻ കെട്ടിയിട്ടില്ല. നിന്നെ ഞാൻ കെട്ടിക്കെട്ടിക്കും. ഓ ആ, എന്നാ പുറപ്പെടാം. ഓ ആ. അവന്മാരുടെ പാർട്ടിയാ. അത് ഇവിടുന്ന് തുടങ്ങിക്കോ. എന്താണ് പറഞ്ഞത് കേട്ടില്ലേ? ഞങ്ങളുടെ കൈ വീണാൽ ഇവൻ ചത്തുപോകും. ഞരമ്പ് ഇവൻ ഞങ്ങൾക്കൊരല്ല. ഇവനെ പോലെ കുറെ എണ്ണ അവിടെ കാണൂ. അപ്പൊ നിങ്ങൾ തല്ലില്ലേ? അവൻ എന്റെ അടുത്തേക്ക് വരുന്നു. അടിയടാ. വേണ്ട. എന്താടാ തിന്നത്? വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ടല്ല വന്നത്. പിന്നെ മിത്രമായിട്ടാണോ? അതെ. നിങ്ങളിപ്പോ അങ്ങോട്ട് ചെല്ലുന്നത് ബുദ്ധിയല്ല. ഇവന്മാരെക്കാളും നല്ല തന്റെടവും തടിമെടുക്കുമുള്ള ഷൊർണൂർ ഗുണ്ടകൾ അവിടെയുണ്ട്. ഈ ഓച്ച